രാവിലെ യാത്ര പറഞ്ഞ് പരീക്ഷ എഴുതാൻ പോയ കുഞ്ഞുമക്കൾ വൈകുന്നേരം ഈ പരുവത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുമായി അവരെ നേരിട്ട് അറിയുക പോലും ഇല്ലാത്ത നമുക്കെന്തൊരു പ്രയാസമാണ്. അപ്പം വീട്ടുകാരുടെയും മുറ്റവരുടെയൊക്കെ പ്രയാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമസ്കാരം. കേരളക്കര അക്ഷരാർത്ഥത്തിൽ കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച, കേരളം തരിച്ചു നിന്ന സംഭവമാണ് ഇന്നലെ പാലക്കാട് കല്ലടിക്കോട് ഉണ്ടായത്. 4 സുഹൃത്തുക്കളായ വിദ്യാർത്ഥിനികളാണ് ഒരു ലോറി അപകടത്തിൽ തൽക്ഷണം മരിച്ചത്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞു പോയിട്ട് പിന്നീട് അവരുടെ ചതഞ്ഞരിഞ്ഞ മൃതദേഹമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആരുടേതായാലും മരണം കേൾക്കുമ്പോൾ നമുക്ക് വ്യസനമാണ്. ജീവിതത്തിൽ നിന്നും അവർ പടിയിറങ്ങി മരണത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ്. ഉറ്റവർക്കും ഉടയവർക്കും നാട്ടുകാർക്കും ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക് പോലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ മരണം കേൾക്കുമ്പോൾ നമുക്കത് വലിയ സങ്കടം തന്നെയാണ്. ആരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയായാലും ഇത് ഒരു കാരണവശാലും നമുക്ക് സഹിക്കത്തക്കതല്ല. ഇനിയും അത് തുടരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. മുൻപ് പഴമക്കാർക്കിടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു. പാലക്കാട് കല്ലടിക്കോട് നീലി എന്ന് പറയുന്ന ഒരു യക്ഷി ഉണ്ടായിരുന്നത്രേ. ഇപ്പോഴും കല്ലടിക്കോട് കാടുകളിൽ നീലി ഉപാസകർ തപസ്സിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നത് സർവ്വസാധാരണം തന്നെയാണ്. താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരും കല്ലടിക്കോട് കാട്ടിൽ നീലിയെ ഉപാസിക്കുന്നത് പതിവ് കാഴ്ച തന്നെയാണ്. കല്ലടിക്കോട് നീലി സംഹാര രൂപയാണ്. തൻ്റെ മുമ്പിൽ വന്നുപെടുന്ന ആളുകളെ നീലി ഉപദ്രവിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതാണ്ട് ഈ കഥയ്ക്ക് സമാനമായ രീതിയിലാണ് കുറെ കാലങ്ങളായി പാലക്കാട് കല്ലടിക്കോട് നിരന്തരമായി അപകടങ്ങളിലൂടെ ചെറുപ്പക്കാർ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് 5 പേര് മരിച്ചത്. ഈ പാതയോരത്ത് അല്ലെങ്കിൽ ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ് ഇതിലെ അപകടത്തിന് കാരണം അത് തന്നെയാണ് എന്നാണ് KB ഗണേഷ് കുമാർ ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രതികരിച്ചത്. അതെന്ത് തന്നെയായാലും പാലക്കാട് കല്ലടിക്കോട് ഒരു അപകട മേഖലയായി മാറിയിരിക്കുന്നു. മരണമുനമ്പായി മാറിയിരിക്കുന്നു ഈ പരിസരം. ഏറ്റവും ഒടുവിൽ സ്കൂളിലേക്ക് പോയ 4 കുഞ്ഞുങ്ങളുടെ, പരീക്ഷയ്ക്ക് പോയ 4 കുഞ്ഞുങ്ങളുടെ മരണത്തിലാണത് കലാശിച്ചിരിക്കുന്നത്. ഇനി ആർക്കും ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേരുന്നു. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയായിരുന്നു. മരണം ആരുടേതായാലും അത് നമുക്ക് വലിയ വിഷമമുണ്ടാക്കും. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം വിഷമം തന്നെയാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ വിഷമം തന്നെയാണ്. ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ കുറച്ചു നേരം പൊതുദർശനത്തിന് വയ്ക്കുന്നു. അതിനുശേഷം അവിടെ അടുത്തൊരു ഹാളിൽ ഈ കുട്ടികളുടെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നു. പിന്നെ വീണ്ടും അവരുടെ ഖബർസ്ഥാനിലേക്ക് എടുക്കുന്നു. എന്തായാലും ഇത് വലിയ ദാരുണമായ സംഭവം തന്നെയായി. രാഹുൽ പറഞ്ഞതും അത് തന്നെയാണ്. ഇത്തരത്തിൽ ഇനിയൊരു അപകടം ഈ മേഖലയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവിധ മേധാവികളുടെ ഭാഗത്തു നിന്ന് കൂടിയാലോചനകൾ ഉണ്ടാകും. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കാര്യം എന്നുണ്ടെങ്കിൽ, അപകട കാരണം അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശാസ്ത്രീയമായ രീതിയിൽ ആ റോഡ് പുനർനിർമ്മാണം ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ, അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. കുട്ടികളുടെ വേർപാടിനെ തുടർന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ സംസാരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ഇന്നലെ നിശ്ചയിച്ചതുപോലെ തന്നെ അതിരാവിലെ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ റിലീസ് ചെയ്തു. വീടുകളിലേക്ക് എത്തി. ഒരു 8:30 വരെ പൊതുദർശനം വീടുകളിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ സ്കൂളിൽ കുറച്ച് സൗകര്യത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ, എല്ലാ കരിമനക്കാട് എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ 4 കുഞ്ഞുങ്ങളുടെയും ഒരുമിച്ച് പൊതുദർശനത്തിന് വെച്ച് അതിനുശേഷം തിരിച്ച് അതിൻ്റെ ഖബർസ്ഥാനിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന, ആര് മരിച്ചാലും നമുക്ക് വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ എന്തൊരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണമാണ്. ഇപ്പോൾ ഒരു അസുഖം വന്നിട്ടാണ് എങ്കിൽ വീട്ടുകാരും അടുപ്പമുള്ളവരൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമല്ലോ എന്ന്. രാവിലെ യാത്ര പറഞ്ഞ് പരീക്ഷ എഴുതാൻ പോയ കുഞ്ഞുമക്കൾ വൈകുന്നേരം ഈ പരുവത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുമായി അവരെ നേരിട്ട് അറിയുക പോലും ഇല്ലാത്ത നമുക്കെന്തൊരു പ്രയാസമാണ്. അപ്പം വീട്ടുകാരുടെയും മുറ്റവരുടെയൊക്കെ പ്രയാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇന്നലെ രാത്രി ഇത് അറിയുമ്പോൾ തൊട്ട് ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിന് ശേഷം ഇവിടെ ഈ മേഖലയിൽ തുടർച്ചയായി അപകടം ഉണ്ടാകുന്നുണ്ട്.
നിരവധി ആളുകളാണ് ഈ വഴിയിൽ തന്നെ മരണമടയുന്ന സാഹചര്യം തന്നെ ഉണ്ടായത്. ഇപ്പം 1 മാസം പോലും ആയില്ല ക്ഷേത്രത്തിനടുത്ത് 5 ആളുകൾ 5 ചെറുപ്പക്കാർ അന്ന് ഇതുപോലെ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്നൊരു ഉന്നതതല യോഗം വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിനൊരു നിരന്തരമായ അപകടം ഉണ്ടാകുമ്പോൾ എന്തോ ഒരു അശാസ്ത്രീയത റോഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനകത്തൊരു എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ്. ആ പ്രശ്നം പരിഹരിച്ച് നമ്മൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. പക്ഷേ അപകടം ഉണ്ടാകുമ്പോഴെങ്കിലും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു പരിഹാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണം.